ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ലോഫ്റ്റഡ് ബേസ് ബോസ് എന്ന ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായി ആദ്യം ഞാൻ തന്നെ സ്കെച്ച് സെലക്ട് ചെയ്യണം. സ്കെച്ച് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇത് ലോഫ്റ്റഡ് ബേസ് എന്ന ടൂൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്കെച്ച് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ സ്ക്വയർ എടുത്തിട്ട് സ്ക്വയർ വരയ്ക്കുകയാണ്. ഓക്കെ, അതിന് ഞാൻ 50 mm ഡയമെൻഷൻ കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. സ്കെച്ച് ഔട്ട് ചെയ്ത ശേഷം ഞാൻ ഇനി അത് ഫ്രണ്ട് പ്ലെയിനിൽ അതേ പ്ലെയിനിൽ ഞാൻ ഇനി ഒരു 60 mm മേളിലായിട്ട് ഇനി ഒരു സ്കെച്ച് എടുക്കാൻ പോവാണ്. അതിനായിട്ട് റെഫറൻസ് ജിയോമെട്രിയിൽ പ്ലെയിൻ എന്ന് സെലക്ട് ചെയ്യാം. പ്ലെയിൻ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഹൈറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 60 mm കൊടുക്കുകയാണ്. ഓക്കെ, 60 mm കൊടുക്കുമ്പോൾ നമുക്ക് 60 mm മേളിലായിട്ടൊരു പ്ലെയിൻ ക്രിയേറ്റ് ആവും. ആ പ്ലെയിനിൽ ഞാനിനി സ്കെച്ച് സെലക്ട് ചെയ്യാൻ പോവാണ്. അതായത് ഫ്രണ്ട് പ്ലെയിനിനെ ബേസ് ചെയ്തിട്ടാണ് ആ സ്കെച്ച് പ്ലെയിൻ ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ പ്ലെയിനിൽ സ്കെച്ച് സെലക്ട് ചെയ്തു. ഇനി ഞാൻ അതിനകത്ത് ഒരു റൗണ്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഡയമെൻഷൻ സെലക്ട് ചെയ്തിട്ട് 25 mm ഡയമെൻഷൻ കൊടുത്തു. ഇനി ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. സ്കെച്ച് ഔട്ട് ചെയ്ത ശേഷം ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ലോഫ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരും. അതിനകത്ത് ആദ്യമായിട്ട് തന്നെ ഞാൻ റൗണ്ട് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സ്ക്വയറിൻ്റെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലോഫ്റ്റ് എന്ന ഓപ്ഷൻ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ലോഫ്റ്റ് എന്ന് ചെയ്യുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വ്യത്യസ്തമായ രീതിയിൽ സ്കെച്ച് വരച്ചിട്ട് ട്രൈ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് അയക്കുക. നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.